റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധ നിർമ്മാണശാലയ്ക്ക് നേരെ സെമി കണ്ടക്ടറുകൾ അസംബിൾ ചെയ്യുന്ന ആ ഒരു യൂണിറ്റിനുമേൽ ഉക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന കാര്യം കഴിഞ്ഞ ഭാഗത്തിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ആ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഒരു പ്ലാന്റിലെ അതായത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ കാരണം ചില പ്രത്യേക യൂണിറ്റുകളിലെ ഉൽപാദനത്തെയും അസംബ്ലിങ്ങിനെയും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഫലമായി റഷ്യൻ സൈന്യത്തിൽ മിസൈൽ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ അതവിടെ പ്രതിഫലിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 9 സ്റ്റോം ഷാഡോ മിസൈലുകളാണ് ഉക്രൈൻ തൊടുത്തുവിട്ടത്. ആ 9 മിസൈലുകളിൽ 7 എണ്ണം റഷ്യൻ പ്രതിരോധ സംവിധാനം വഴി തടഞ്ഞു നിർത്തി. എന്നാൽ 2 മിസൈലുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയും വലിയ ആഘാതം ഉണ്ടാക്കുകയും ചെയ്തതായി റഷ്യയിലുള്ള ദൃക്സാക്ഷികൾ പറയുന്നു. അതായത് ഈ ആക്രമണം നേരിട്ട് കണ്ട ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. സെലൻസ്കി ഇപ്പോൾ വളരെ വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സ്റ്റാർമർ പാർട്ടി പദവി രാജിവെച്ചതിന് പിന്നാലെ നിങ്ങൾ നൽകിയ സഹായങ്ങൾക്കെല്ലാം നന്ദി. നിങ്ങൾ തന്ന മിസൈലുകൾ വെച്ച് ഞങ്ങൾക്ക് ഇനിയും റഷ്യയെ ശക്തമായി നേരിടാൻ സാധിക്കും എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ചില കടുത്ത വാക്കുകളും അദ്ദേഹം പറഞ്ഞു. ഉക്രൈന് നേരെ റഷ്യ തൊടുത്തുവിടുന്ന ഓരോ മിസൈലുകൾക്കും ഓരോ ഡ്രോണുകൾക്കും പകരമായി ഞങ്ങൾ ഈ യുദ്ധം മോസ്കോ വരെ എത്തിക്കും. തീർച്ചയായും റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന ഓരോ സമയത്തും ഇവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടോ അതേ അളവിൽ തന്നെ റഷ്യക്കാരും ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. ആ രീതിയിൽ ഞങ്ങളുടെ തന്ത്രങ്ങൾ ഞങ്ങൾ മാറ്റും. റഷ്യയെ കൊണ്ട് ആ ചൂട് അനുഭവിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം പ്രാവർത്തികമാക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഉക്രൈന്റെ തന്ത്രങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായി നോക്കിയാൽ അവർ യുദ്ധത്തെ മോസ്കോ വരെ എത്തിച്ചു കഴിഞ്ഞു. മോസ്കോയിലെ റിഫൈനറിയിൽ നടന്ന ആക്രമണമാകട്ടെ, കർജ് റിഫൈനറിയിൽ നടന്ന ഒരു ആക്രമണമാകട്ടെ, ഇതൊക്കെ അവിടുത്തെ സാധാരണ ജനങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ക്രീമിയയിലെ പല സ്ഥലങ്ങളിലും റേഷൻ അടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങൾക്ക് ഇന്ധനം നൽകാൻ തുടങ്ങിയിരിക്കുന്നത്. റഷ്യ പോലുള്ള ഒരു രാജ്യം ഒരു പ്രത്യേക പ്രദേശത്ത് ഇന്ധന വിതരണം റേഷൻ അടിസ്ഥാനത്തിലാക്കുന്നുവെന്നുണ്ടെങ്കിൽ അവിടെ ഉൽപാദനത്തെ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഉൽപാദനത്തെ ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്ധനം എത്തിക്കുന്ന ട്രക്കുകൾക്ക് ആ പ്രദേശത്ത് എത്രത്തോളം ഭീഷണിയുണ്ടെന്ന് നോക്കാം. കാരണം റഷ്യയുടെ പക്കൽ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്. അവർക്കത് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. എന്നാൽ റിഫൈനറികൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടക്കുകയാണ്. തങ്ങളുടെ പക്കലുള്ള സ്റ്റോക്കിൽ നിന്നും ക്രൂഡ് ഓയിൽ ടാങ്കർ ലോറിയിലൂടെ കൊണ്ടുവരുമ്പോൾ അതിനു നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും ഇതെല്ലാം ഏത് ഭാഗത്താണ് കൂടുതൽ നടക്കുന്നതെന്ന് നോക്കിയാൽ അത് ക്രീമിയൻ പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ യുദ്ധത്തിന്റെ ആ ഒരു സമ്മർദ്ദം മറ്റ് പ്രദേശങ്ങളിലേക്ക്, അതായത് റഷ്യ ഉക്രൈൻ അതിർത്തിയും മറികടന്ന് റഷ്യയ്ക്കുള്ളിലേക്ക് എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. എന്നാൽ സെലൻസ്കിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളോ മറച്ചുവെക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ റഷ്യയും ഇതേ അളവിൽ തന്നെ വലിയ നാശനഷ്ടങ്ങൾ അപ്പുറത്തും ഉണ്ടാക്കുന്നു എന്നാണ്. കഴിഞ്ഞൊരു രാത്രിയിൽ മാത്രം, അതും ഒരൊറ്റ രാത്രി കൊണ്ട് ഉക്രൈനെതിരെ 100-ലധികം സ്ഥലങ്ങളിലാണ് റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങളിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തകർക്കപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഉക്രൈന്റെ ഫോർവേഡ് കമാൻഡ് പോസ്റ്റുകൾ, ചിലയിടങ്ങളിൽ ഉക്രൈൻ സൈനികർ തങ്ങിയിരുന്ന ക്യാമ്പുകൾ എന്നിവയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരവും ഇത്തരമൊരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. ഡോൺബോസ് റീജിയനോട് ചേർന്നുള്ള ഒരു പ്രദേശത്തായിരുന്നു അത്. മറ്റൊരു ആക്രമണം നടന്നത് കാർഖീവ് മേഖലയിലായിരുന്നു. സാധാരണ ജനങ്ങളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് മിലിറ്ററി ട്രെയിനിങ് നൽകുന്ന ഒരു പരിശീലന കേന്ദ്രത്തിന് നേരെയായിരുന്നു ആക്രമണം. ഈ 2 സ്ഥലങ്ങളിലെയും നാശനഷ്ടങ്ങൾ പരിശോധിച്ചാൽ മരണപ്പെട്ടവരുടെ എണ്ണം തീർച്ചയായും ഒരു ട്രിപ്പിൾ ഡിജിറ്റിൽ 100-ലധികം വരാൻ സാധ്യതയുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം ഇതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതൊന്നും ഒട്ടും കവർ ചെയ്യാറില്ല. റഷ്യൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമല്ല, യുദ്ധകളത്തിൽ നിന്നുള്ള ചില ഗ്രൗണ്ട് സോഴ്സുകൾ വഴി. കാരണം ഇത്തരം വാർത്തകൾ വലിയ മാധ്യമങ്ങളിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള ആളുകൾ വഴിയാണ് ബ്രേക്ക് ആവുക. അത്തരം വിവരങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഓരോ ദിവസവും ഈ യുദ്ധത്തിൽ എത്രത്തോളം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റൊരു ഡാറ്റ കൂടി ഞാൻ പറയാം. കഴിഞ്ഞ വെറും 40 ദിവസത്തിനുള്ളിൽ മാത്രം 9,500-ലധികം സൈനികർ, അതായത് ഏകദേശം 10,000-ഓളം ഉക്രൈൻ സൈനികരാണ് റഷ്യക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഡ്രോൺ ആക്രമണങ്ങൾ വഴിയും അപ്രതീക്ഷിതമായി റഷ്യൻ സൈന്യം നടത്തിയ മുന്നേറ്റങ്ങൾ വഴിയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ഒരു മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്നില്ല. റഷ്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകൾക്കും ആരും ഇവിടെ വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് സത്യം. ചുരുക്കത്തിൽ
രണ്ട് ഭാഗത്തും ഇപ്പോൾ വലിയ രീതിയിൽ ആളപായം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയേണ്ടത് റഷ്യയ്ക്ക് ഒരു മാനസികമായ ആഘാതം, റഷ്യയ്ക്കൊരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് നൽകാൻ വേണ്ടിയും അവിടെയുള്ള ജനങ്ങൾക്ക് യുദ്ധത്തിന്റെ തീവ്രത കാണിച്ചു കൊടുക്കാനും വേണ്ടിയാണ് ഉക്രൈൻ ഇപ്പോൾ മോസ്കോയെ നേരിട്ട് ടാർഗറ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ഒരാക്രമണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഉക്രൈന്റെ ജനറൽ സ്റ്റാഫ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ടെലഗ്രാം പേജിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. കാരണം ഉക്രൈൻ ഗവൺമെന്റ് ഔദ്യോഗികമായി ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ക്ലെയിം ചെയ്യാറില്ല. നമ്മൾ ഔദ്യോഗികമായി കണക്കാക്കുന്നത് ഈ വ്യക്തികൾ അവരുടെ സ്വന്തം ടെലഗ്രാം ചാനലുകളിലോ സോഷ്യൽ മീഡിയ പേജുകളിലോ പങ്കുവയ്ക്കുന്ന വിവരങ്ങളാണ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സൈറ്റുകളിൽ ഒരിടത്തും ഈ വിവരങ്ങൾ അവർ മെൻഷൻ ചെയ്യാറില്ല. ആ ടെലഗ്രാം പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതാണ്: ശത്രുവിന്റെ അതിർത്തിക്കുള്ളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് അസംബ്ലി പ്ലാന്റ് ഞങ്ങൾ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. ഈ പ്ലാന്റ് പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കിയാൽ റഷ്യയുടെ KH-101 സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകൾ, ഇസ്കാൻദർ M ബാലിസ്റ്റിക് മിസൈലുകൾ, പഞ്ചീർ എയർ ഡിഫൻസ് സിസ്റ്റം, S-400 എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവയ്ക്ക് ആവശ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഘടകങ്ങളും നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണിത്. വളരെ വലിയൊരു നിർമ്മാണശാലയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ ബ്രിയാൻസ് പ്രവിശ്യയിലാണ്. ഉക്രൈൻ അതിർത്തിയിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്താണ് ഈ ഫാക്ടറി ഉള്ളത്. ആ ഭാഗത്തെയാണ് അവർ കൃത്യമായി ലക്ഷ്യം വെച്ചത്. എത്ര മിസൈലുകളാണ് തൊടുത്തുവിട്ടതെന്നോ ഏത് മിസൈലാണെന്നോ അവർ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും വായുവിൽ നിന്നും തൊടുത്തുവിടാവുന്ന ഒരു സെമി സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ അതാണ് ഉപയോഗിച്ചതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദൂരപരിധിയിൽ വായുവിൽ നിന്നും തൊടുത്തുവിട്ട് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പിൻ പോയിന്റ് ആക്യുറസിയോടെ ആക്രമണം നടത്താൻ ഇന്ന് ഉക്രൈന്റെ പക്കലുള്ള ഏക ആയുധം സ്റ്റോം ഷാഡോ മാത്രമാണ്. ആ സ്റ്റോം ഷാഡോ മിസൈലുകൾ തന്നെയാണ് അവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 9 മിസൈലുകളാണ് അവർ തൊടുത്തുവിട്ടത്. അതിൽ 7 മിസൈലുകൾ വരെ തടഞ്ഞു നിർത്താൻ റഷ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ആ പ്രവിശ്യയിലെ ഗവർണർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ ഉയർന്ന വേഗതയിൽ വന്ന വ്യോമ ലക്ഷ്യങ്ങളെ, ഏരിയൽ ടാർഗറ്റ്സിനെ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് വിജയകരമായി നേരിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിഷ്വൽ തെളിവുകൾ അത് പരിശോധിക്കുമ്പോൾ 2 സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചതായി കാണാം. ഒന്ന് ആ ഫാക്ടറിയുടെ വെയർഹൗസ് ഭാഗത്താണ് പതിച്ചത്. മറ്റൊന്ന് അതിനടുത്തുള്ള കെട്ടിടത്തിലാണ് ആഘാതമുണ്ടാക്കിയത്. അവിടെ തീപിടിച്ച് കത്തുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. ചുരുക്കത്തിൽ 2 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു. ബാക്കിയുള്ളവ റഷ്യൻ പ്രതിരോധ സംവിധാനം തകർത്തു. എന്നാൽ ഈ 2 മിസൈലുകൾ അവിടെ എത്രത്തോളം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇന്നലെ രാത്രി മുതൽ അവിടെ വലിയ രീതിയിൽ തീപിടുത്തം തുടരുകയാണ്. റഷ്യയ്ക്ക് ഇതുവരെ അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം വലിയൊരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം എന്തെന്നാൽ, ഒരു നാറ്റോ രാജ്യം നിർമ്മിച്ച സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലാണ് ഇപ്പോൾ റഷ്യയ്ക്കുള്ളിലേക്ക് നേരിട്ട് തൊടുത്തുവിട്ടിരിക്കുന്നത്. ഇത് റഷ്യ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഏറ്റവും വലിയ റെഡ് ലൈൻ അതിർവരമ്പായിരുന്നു. എന്നാൽ റഷ്യ വീണ്ടും വീണ്ടും ഇത്തരം റെഡ് ലൈനുകൾ വരയ്ക്കുകയും അത് വലിയൊരു യുദ്ധവ്യാപനത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് പറയുമ്പോഴും ഇപ്പോഴും ആ റെഡ് ലൈനുകൾക്കൊന്നും യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയായി മാറിക്കഴിഞ്ഞു. റഷ്യ ഇതിനെ ഗൗരവമായി എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരാദ്യമായി ATACMS മിസൈലുകൾ ഉപയോഗിച്ചപ്പോഴോ അല്ലെങ്കിൽ ചലഞ്ചർ ടാങ്കുകൾ യുദ്ധകളത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴോ തന്നെ അവർ ആ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്ന് റഷ്യ കാണിച്ചു കൊടുക്കണമായിരുന്നു. അതിന് മുതിരാതിരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നൊരൊറ്റ പ്രദേശത്തേക്ക് 9 സ്റ്റോം ഷാഡോ മിസൈലുകൾ വരെ അയക്കാൻ തക്കവണ്ണം ഉക്രൈൻ തുനിഞ്ഞിറങ്ങിയത്. ഇതിൽ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. അതിൽ യാതൊരു സംശയവുമില്ല. ഉയർന്ന വേഗതയിൽ വന്ന 7 ലക്ഷ്യങ്ങളെ അവർ കൃത്യമായി തിരിച്ചറിഞ്ഞ് തകർത്തു. എങ്കിലും 2 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്നത് ഉക്രൈനെ സംബന്ധിച്ച് വലിയൊരു വിജയമായി തന്നെ കണക്കാക്കപ്പെടും. റഷ്യ ഉക്രൈന്റെ 100 ഫാക്ടറികൾ തകർത്താലും ആ വാർത്തകൾക്ക് ലഭിക്കുന്ന കവറേജിനേക്കാൾ എത്രയോ വലുതായിരിക്കും ഉക്രൈൻ റഷ്യയുടെ ഒരൊറ്റ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ചെറിയ ആഘാതത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന ഒരു മീഡിയ കവറേജ്. ഇത് യുദ്ധകളത്തിലെ സാഹചര്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. പക്ഷേ പ്രൊപ്പഗണ്ട യുദ്ധങ്ങൾക്കും സൈക്കോളജിക്കൽ ഓപ്പറേഷൻസിനും ഒരു രാജ്യത്തിനെതിരെ തെറ്റായ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നതിനുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ഇന്ന് ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുവോ അതിനൊപ്പം തന്നെ വലിയൊരു ഭീഷണിയായി ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവും അവരെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രാൻസിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തിനുള്ള റെഡ് അലേർട്ടാണെന്ന് നോക്കിയാൽ വല്ല ചുഴലിക്കാറ്റോ മറ്റോ വരുന്നുണ്ടോ അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ച കടുത്തതാണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല.
ചരിത്രത്തിലില്ലാത്ത വിധം ഫ്രാൻസിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചില പ്രദേശങ്ങളിൽ ചൂട് 45 ഡിഗ്രി സെൽഷ്യസിൽ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ തന്നെ പലയിടങ്ങളിലും 42, 43 ഡിഗ്രിയൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ പറയുന്ന താപനില നമ്മുടെ നാട്ടിൽ പോലും വളരെ ഉയർന്ന ഒന്നാണ്. എന്നാൽ വ്യത്യാസം എന്തെന്നാൽ ഇന്ത്യയെ പോലുള്ള മേഖലകളിൽ നമ്മൾ ഇതിനോടകം തന്നെ ഇത്തരം കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടവരാണ്. കാരണം ഇവിടെ എപ്പോഴും കടുത്ത മഞ്ഞ് മാത്രമുള്ളൊരു സാഹചര്യമല്ല. വർഷത്തിൽ 365 ദിവസവും നല്ല രീതിയിൽ വെയിൽ ലഭിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ളവർ എപ്പോഴും തണുത്ത കാലാവസ്ഥയിൽ ജീവിച്ച് ശീലിച്ചവരാണ്. അവർക്ക് താപനില 37, 38 ഡിഗ്രി കടക്കുമ്പോൾ തന്നെ കടുത്ത ചൂടാണ് അനുഭവപ്പെടുക. അവിടെ ഇപ്പോൾ 43, 45 ഡിഗ്രിയിലേക്ക് ഉയരുമ്പോൾ അത് റെഡ് സോണും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളാണ്. ആഗോള താപനവും അതിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം പ്രതിഭാസങ്ങളുമെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റിൽ പറയുക. പ്രധാനമായും പറയുകയാണെങ്കിൽ ഉക്രൈൻ റഷ്യയ്ക്കുള്ളിലേക്ക് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വിജയമായിട്ടാണ് കാണേണ്ടത്. കാരണം അത്രത്തോളം കൃത്യതയോടെയാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതേസമയം റഷ്യൻ ഭാഗം നോക്കുകയാണെങ്കിൽ അവർ ഇത്തരം വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നത് കൂടുതൽ മെച്ചപ്പെടുത്തുക മാത്രമല്ല, ഈ യുദ്ധം തങ്ങൾക്ക് അനുകൂലമായി അവസാനിപ്പിക്കാനുള്ള, വിജയത്തോടുകൂടി അവസാനിപ്പിക്കാനുള്ള വഴികൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് കമൻറ്റിൽ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.